BJP എല്ലാ കാലവും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് ഞെട്ടിക്കുന്ന പാർട്ടിയാണ്. LK അദ്വാനി കാശ്മീർ മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ രഥയാത്ര നടത്തി BJPക്ക് ഊർജവും ആവേശവും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത്ര പ്രസിദ്ധനായിരുന്നില്ല, ഗുജറാത്ത് കലാപം ഒഴിച്ചാൽ ബാക്കി അത്ര പ്രസിദ്ധനല്ലാതിരുന്ന നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു, 3ാം തവണയുമാകുന്നു. അദ്വാനി ആയിട്ടില്ല, അങ്ങനെ വന്നു. AB വാജ്പേയി പ്രസിഡൻ്റായിരുന്നപ്പോൾ അബ്ദുൽ കലാമിനെ ഇന്ത്യൻ പ്രസിഡൻ്റാക്കുന്നു. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട, പ്രത്യേകിച്ച് സംഘപരിവാർ എന്നും സംഘി എന്നൊക്കെ ആളുകൾ, ഹിന്ദുത്വവും ഹൈന്ദവത എന്നൊക്കെ ആളുകൾ BJP RSSനെയും ആക്ഷേപിക്കുമ്പോഴാണ് ഒരു മുസല്ലീമിനെ അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു മിസൈൽ മാനെ ഇന്ത്യയുടെ പ്രസിഡൻ്റാക്കുന്നു. വീണ്ടും ഞെട്ടിക്കുന്നു. സുഷമ സ്വരാജിനെ പോലുള്ളവർക്ക് വലിയ പദവി കൊടുക്കുന്നു. നിർമ്മല സീതാരാമൻ മത്സരിക്കാതിരുന്നിട്ടും രാജ്യസഭയിലൂടെ കൊണ്ടുവന്ന് 2ാം തവണയും അവർക്ക് വലിയ വകുപ്പ് കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ പ്രാവശ്യം ഞെട്ടിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ മുർമു, നമ്മുടെ ദ്രൗപദി മുർമു, ദളിത് ആദിവാസി കുടുംബത്തിൽപ്പെട്ട ദ്രൗപദി മുർമുവിനെ പ്രസിഡൻ്റാക്കുന്നു. റാം ഗോവിന്ദിനെ പ്രസിഡൻ്റാക്കുന്നു. ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് RSSൻ്റെ അവിടെ നിന്ന് ഒരു അനുവാദം കിട്ടിയെന്നാണ് അറിയുന്നത്. വനിതയായിരിക്കും അടുത്ത BJPയുടെ പ്രസിഡന്റ്. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും വനിതയായിരിക്കും BJP പ്രസിഡന്റ് എന്ന് കേൾക്കുന്നു. അതിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള നിർമ്മല സീതാരാമൻ വളരെ മനോഹരമായി കേന്ദ്ര മന്ത്രിസഭയിൽ 2ാം തവണയും മനോഹരമായി വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന നിർമ്മല സീതാരാമൻ ലാളിത്യത്തിൻ്റെ അങ്ങേയറ്റമാണ്. വളരെ ലളിതമായി ജീവിക്കുന്ന, വിനയത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും ഭാഷ കൊണ്ടും സംഭാഷണം കൊണ്ടും പാർലമെൻറ്റിലെ വർത്തമാനം കൊണ്ടും ജനങ്ങളെ കയ്യിലെടുക്കുന്ന കാര്യത്തിലൊക്കെ തിരുവനന്തപുരത്ത് വന്ന് മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞതാണ്. നിർമ്മല സീതാരാമനെ പാർട്ടിയുടെ BJPയുടെ പ്രസിഡൻ്റാക്കുന്നതിനുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് എന്നാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ വരുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിലെ അധ്യക്ഷയായിരുന്ന പുരന്തേശ്വരി അവർ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ടീമിൽ, നമ്മുടെ ശശി തരൂരും അടക്കമുള്ള പോയവരുടെ ടീമിൽ ജോൺ ബ്രിട്ടാസും ശശി തരൂരും VT മുഹമ്മദ് ബഷീറും കനിമൊഴിയൊക്കെ പോയ ടീമുണ്ടല്ലോ, 52 പേർ 32 രാജ്യങ്ങളായി പോയില്ലേ, അതിലൊരാളായിരുന്നു ആന്ധ്രയിലെ BJPയുടെ അധ്യക്ഷയായിട്ടുള്ള പുരന്തേശ്വരി ഡി. ഇനി മറ്റൊരു യുവ വനിത, ആ യുവ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മധ്യവയസ്കിലെത്തിയിട്ടുള്ള ഒരു വനിത, അഡ്വക്കേറ്റ് വാനതി ശ്രീനിവാസൻ. അവരാണെങ്കിൽ കോയമ്പത്തൂരിൽ സൗത്തിലെ MLA ആണ്. സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, BJPയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, വൈസ് പ്രസിഡന്റ് ആയിരുന്നു. 2020 ദേശീയ മഹിളാ മോർച്ച എന്ന് പറഞ്ഞാൽ BJPയുടെ വനിതാ വിഭാഗത്തിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നു. 2022 BJPയുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗമായിരുന്നു. അങ്ങനെ വലിയ തോതിൽ BJPയും RSSും വളർത്തിക്കൊണ്ടുവരുന്ന പ്രമുഖരായ 3 സ്ത്രീകളുണ്ട്. അതിൽ നിർമ്മല സീതാരാമനാണോ, പുരന്തേശ്വരിയാണോ, അതോ വാനതി ശ്രീനിവാസനാണോ, ആരാണ് BJPയുടെ അടുത്ത പ്രസിഡന്റ് എന്നറിയാൻ JP നദ്ദയുടെ പീരീഡ് എന്തായാലും കഴിയുന്നു. തീർച്ചയായിട്ടും ആ 3 വനിതകളിൽ ഒരാളിൻ്റെ പേരാണിപ്പോൾ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് നാഗ്പൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നുമൊക്കെ വരുന്ന വാർത്തകൾ. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി BJP ഞെട്ടിക്കുന്നു. അവർ ന്യൂനപക്ഷങ്ങളെയും വനിതകൾക്കും വലിയ പ്രാധാന്യം കൊടുക്കുന്നു. 33% വനിതകൾക്ക് പാർലമെൻറ്റിലും അസംബ്ലികളിലുമൊക്കെ സീറ്റ് കൊടുക്കുവാനുള്ള ബില്ല് പരിഗണനയിലിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു തീരുമാനം വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതും കൂടി നടപ്പിലാക്കിയെടുത്താൽ രാജ്യത്ത് മറ്റൊരു വനിതാ വിപ്ലവം കൂടി നടക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് കേരളത്തിലുള്ള ദാക്ഷായണി വേലായുധൻ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനാ സമിതിയിൽ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധൻ്റെ ജന്മദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വനിതകൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. ഝാൻസി റാണിമാർ ഇനിയും ഉണ്ടാകട്ടെ.